നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. എന്തായാലും നമുക്ക് ഗംഭീര ഫ്ലോപ്പുകളുടെ ചിത്രങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അടിപൊളിയായിട്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നിറങ്ങിയ പുഷ്പ 2 ഉൾപ്പെടെ. അല്ലു അർജുൻ നാഷണൽ അവാർഡ് ജേതാവാണ്, നമ്മൾ നിസ്സാരക്കാരനല്ല. അന്നേരം അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഈ കുറച്ച് നമ്മളെ വെറുപ്പിച്ച് മനുഷ്യൻ്റെ പൈസ കളഞ്ഞ, അന്നേരം നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും OTT വന്ന് കാണുന്നവരാണ് ഞങ്ങൾ, എന്നാൽ പോലും നമ്മൾ ഒരു പ്രതീക്ഷകളുണ്ടല്ലോ സിനിമകളെക്കുറിച്ച്. അന്നേരം അതിനകത്ത് ആദ്യം നമ്മൾ തുടങ്ങി വെച്ച ഒരാൾ ഉലക നായകനാണ്. അദ്ദേഹം ഇപ്പം പറഞ്ഞത് ഉലക നായകൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് വേണ്ട എന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞു. ഉലക നായകനായിട്ടുള്ള കമലഹാസൻ്റെ ഇന്ത്യൻ ഒരുപാട് ഗംഭീര സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ 2, അതും സാധാ സംവിധായകനല്ല, ബ്രഹ്മാണ്ഡ സംവിധാനമായിട്ടുള്ള ശങ്കറിൻ്റെയാണ് ഇന്ത്യൻ 2. ഈ ഇന്ത്യൻ 2ഉം ഈ പറഞ്ഞ പോലെ 10, 200, 300 കോടി രൂപയുടെ സിനിമയാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു. അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ 2 തിയേറ്ററിൽ ആദ്യത്തെ ഷോ കാണുമ്പോൾ ഇന്ത്യൻ കണ്ടതിൻ്റെ അന്ന് ഇന്ത്യൻ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല, നമ്മളല്ലാതെയാണ് കാണുന്നത്, TV യിലൊക്കെയാണ് കാണുന്നത്. അത് കണ്ടതിൻ്റെ ആവേശത്തിലാണ് ഇന്ത്യൻ 2. സത്യം പറഞ്ഞാൽ നമ്മൾ വെറുപ്പിച്ച് കരയിപ്പിച്ചെന്നുള്ളതാണ്. താത്ത എന്ന് പറയുന്നത് ഫേമസ് ആയ ഒരു ഇതായി മാറി. താത്തയുടെ റോള് പോലെ ഇന്ത്യൻ 2വിനകത്ത് കമലഹാസൻ അവതരിപ്പിക്കുന്ന റോള് വെറുപ്പിച്ച് കയ്യിൽ തന്നു. എല്ലാ രീതിയിലും ടെക്നിക്കലായിട്ടും എല്ലാ രീതിയിലും ഫെയിലിയറായ ഒരു സിനിമയായിരുന്നു ഇന്ത്യൻ 2. കോടാനുകോടി നഷ്ടം. നെറ്റ്ഫ്ലിക്സ് പോലും കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യൻ 2, ഇന്ത്യൻ 3 ഒക്കെ മേടിച്ചു, അബദ്ധത്തിൽ മേടിച്ചു. അതോടുകൂടി OTT പ്ലാറ്റ്ഫോം ഒരു പരിധിവരെ തകർന്ന് തരിപ്പണമായി. വളരെ സൂക്ഷിച്ച് മാത്രമേ OTT പ്ലാറ്റ്ഫോം ഇപ്പം സിനിമ എടുക്കുന്നുള്ളൂ. അന്നേരം അതിൻ്റെ തുടക്കം, ഇതിനെല്ലാം തുടക്കം കുറിച്ച് കുറേ പേരുണ്ടെങ്കിൽ പോലും ഇപ്പം ഈയിടെയായിട്ട് റീസെൻ്റായിട്ട് തുടക്കം കുറിച്ച അണ്ണൻ നമ്മുടെ ഉലക നായകൻ കമലഹാസനാണ്. രണ്ടാമത് നമ്മുടെ ഇളയ ദളപതി വിജയ് ഗോട്ടെന്ന് പറയുന്ന രീതിയിൽ രണ്ട് കഥാപാത്രങ്ങൾ. അതിനകത്ത് ഒരെണ്ണം ഉപയോഗിച്ച് ചെയ്തേക്കുന്ന, ചെറുപ്പം ഉപയോഗിച്ചേക്കുന്നത് വെറുപ്പീരിൻ്റെ അങ്ങേയറ്റവും ഒരു കണ്ടന്റും ഇല്ലാതെ ചുമ്മാതെ നമ്മളെ ഇരുത്തി അങ്ങ് വെറുപ്പിച്ച സിനിമ. പിന്നെ ആ സിനിമയ്ക്ക് ഒരു ചെറിയ പ്രത്യേകത എന്ന് പറയുന്നത് വിജയ് എന്ന് പറഞ്ഞ നടകൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂവിൽ ഒരു അത്യാവശ്യം ഒരു ഇനീഷ്യൽ കളക്ഷൻ കിട്ടി. എന്നാലും ഫ്ലോപ്പ് ആണെങ്കിൽ പോലും വെറുപ്പിക്കുന്നതിൽ അങ്ങേയറ്റം വിജയിച്ചിട്ടുണ്ട്. കാരണം ഒരു രീതിയിലും അഭിനയ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമുക്കൊന്ന് കൈയടിക്കാനുള്ള രംഗങ്ങളൊന്നുമില്ലാത്ത ഗോട്ടെന്നുള്ള പേര് മാത്രം, ആ പേരിൻ്റെ അർത്ഥവും പോയി. നേരത്തെ ഗോട്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള സംഭവമായിരുന്നു. ഗോട്ടെന്നൊക്കെ പറയുന്നത് ഇട്ടേക്കുന്നത് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി അല്ലെങ്കിൽ വലിയ ഇങ്ങനെയുള്ള കൂട്ടച്ചേർക്കുന്നതായിരുന്നു ഗോട്ട്. ആ ഗോട്ടെന്നുള്ള പേര് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എടുത്ത് കളഞ്ഞു വിജയ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലോട്ട് കയറി. ഇപ്പോൾ സിനിമയിൽ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുന്നു, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം അദ്ദേഹം വെറുപ്പിച്ചു, കോടികളുടെ നഷ്ടവും വരുത്തി. പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ വിജയ് അത്യാവശ്യം ഗോട്ടിലൂടെ ഇനീഷ്യൽ കളക്ഷൻ നന്നായിട്ട് നേടിയ ഒരാളാണ്. അത് വിജയ്ക്ക് മാത്രം തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരാളാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഞാൻ പിന്നെ ഉൾപ്പെടുത്താഞ്ഞാണ് വേട്ടയ്യാൻ രജനീകാന്തിൻ്റെ സിനിമ വമ്പൻ നഷ്ടമാണെങ്കിൽ പോലും. പക്ഷേ എനിക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം വെറുപ്പിച്ചിട്ടൊന്നുമില്ല, മോശമൊന്നുമല്ല. ആ സംവിധായകൻ്റെ ഒരു സ്ഥിരം പാറ്റേൺ അങ്ങനെയാണ്, ഒരു മാസ് ബിൽഡിംഗ് അല്ല. എന്നാലും നമുക്കതൊന്നും വലിയ ലോസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിന് ശേഷം വെറുപ്പിക്കലിൻ്റെ മുത്തച്ഛനായിട്ട് വേറൊരു സിനിമ ഇറങ്ങി, കങ്കുവ. സൂര്യ എന്ന നല്ല രീതിയിലുള്ള അഭിനേതാവും സ്റ്റൈലിഷായിട്ടും ഒക്കെ ചെയ്യുന്ന ഒരാൾ, ബോബി ഡിയോളും ഒക്കെ വന്നു തകർത്ത്, ഒരു രക്ഷയില്ലാത്ത വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിങ്ങാണ് ഈ സിനിമകളെല്ലാം. ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പം അതിനകത്ത് നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷെ എൻ്റെ ഔട്ട്പുട്ട് വരുമ്പം ഉണ്ടാകുന്ന മോശമാണ്. അതും ഈ പറഞ്ഞ പോലെ ചില്ലറ നഷ്ടമൊന്നുമല്ല, ഇതുവരെയും ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായി മാറി സിനിമ മേഖലയിൽ കങ്കുവ എന്ന് പറഞ്ഞ സിനിമ. എന്നാലും സൂര്യ വീണ്ടും ഫ്ലോപ്പുകളുടെ തമ്പുരാനായിട്ട് മാറിക്കൊണ്ടിരുന്ന ട്രോളുകൾ ഇങ്ങനെ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. കമലഹാസനും മാറി നിരഞ്ഞ് ഈ പറഞ്ഞ പോലെ സൂര്യയും വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡിസംബർ 5 അവതാര പിറവിയായി പുഷ്പ അവതരിച്ചു. രാവിലെ 4 മണി മുതലൊക്കെ ഷോകളുണ്ടായിരുന്നു. ഞാനൊക്കെ ആദ്യത്തെ ഷോയ്ക്ക് കണ്ടാണ്. നല്ല ഗംഭീര വെറുപ്പിരെന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആദ്യത്തെ പാട്ടും വലിയ സംഭവമൊന്നും അല്ലായിരുന്നു, എന്നാലും കണ്ടുകൊണ്ടിരിക്കാം. ആദ്യത്തെ പാട്ടിനകത്തെ പാട്ടുകൾ നന്നായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ പോസിറ്റീവ് ഉണ്ടായിരുന്നു. പിന്നെ അല്ലു അർജുൻ്റെ ബെസ്റ്റ് എന്നതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അല്ലു അർജുൻ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞൊന്നുമില്ല. അതൊരു അല്ലു അർജുൻ്റെ ബെസ്റ്റ് ആയിട്ടൊരു സിനിമ എന്നുള്ളതിനകത്ത് ആദ്യത്തെ പുഷ്പ വലിയ സംഭവമൊന്നുമല്ല. മലയാളികൾക്ക് അത് വലിയ സംഭവമായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ 3.25 മണിക്കൂറുകളുണ്ട് സിനിമ. ഈ 3.25 മണിക്കൂർ അവിടെ നിന്ന് സിനിമ കാണുന്ന ഒരാൾക്ക് ഇനി എത്ര AC തിയേറ്റർ ആണെന്ന് പറഞ്ഞാലും നമുക്ക് കുറേ ഭക്ഷണങ്ങൾ കൊണ്ട് തന്നാലും ബിരിയാണി കൊണ്ട് തന്നാലും ഇതുപോലെ ഈ അടുത്ത കാലത്തൊന്നും വെറുപ്പിച്ച നശിപ്പിച്ച നമ്മളെ അങ്ങ് ഒന്നുമില്ലാതാക്കുന്നെന്ന് പറയുന്ന ഒരു കണക്ഷനും ഒരു സെന്റിമെന്റലും ഒരു ഇമോഷണൽ ടച്ച് ഒന്നും ഇല്ലാത്തൊരു സിനിമ എന്ന് പറഞ്ഞാൽ അത് പുഷ്പ തന്നെയാണ്. അന്നേരം ഇവരിൽ ഫസ്റ്റ് റാങ്ക് ഞാൻ കൊടുക്കുന്നത് പുഷ്പയ്ക്കാണ്. നിങ്ങൾ റാങ്ക് തിരിച്ച് കമന്റ് ബോക്സിൽ എടുക്കുക, ആരാണ് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചതെന്നുള്ളത്. എന്നാലും ഇതിനകത്ത് കാണാത്തവർ രക്ഷപ്പെടും, കാണാത്തവർ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. OTT വരുവാണെങ്കിൽ നിങ്ങൾ ചുമ്മാ നോക്കുക, എന്നാലും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. 2-3 ദിവസം വരുന്നൊക്കെ OTT കാണാമല്ലോ, തിയേറ്ററിൽ അങ്ങനെ പറ്റത്തില്ല. അന്നേരം ഇതിനകത്ത് ഏറ്റവും വലിയ പേര് പുഷ്പയിൽ അല്ലു അർജുൻ നന്നായിട്ട് ഓവറായിട്ട് ദേശീയ അവാർഡ് കിട്ടിയതിൻ്റെ ഒരു കോൺഫിഡൻസിൽ അടുത്ത ദേശീയ അവാർഡ് കിട്ടുമെന്നൊക്കെ ഉള്ള രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ചേക്കുന്നത്. പക്ഷേ കണ്ട വെറും കോമാളിത്തരമായിട്ടുള്ള അല്ലു അർജുൻ്റെ അഭിനയം. ഫഹദ് ഫാസിൽ കുഴപ്പമില്ല, ഡീസൻ്റ് ആണ്. പക്ഷേ ഫഹദ് ഫാസിലുമായിട്ടൊന്നും സിനിമയായിട്ടൊന്നും യാതൊരു കണക്ഷനും ഇല്ല, ഓരോ സീനും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. പിന്നെ നായിക പറയാൻ പറ്റത്തില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒരു രക്ഷയില്ലാത്ത ഏറ്റവും നല്ല വെറുപ്പീരാണ് രശ്മിക മന്ദാന ചെയ്തേക്കുന്ന റോള്. ഇതുപോലെ വെറുപ്പിച്ചൊരു ഈ അടുത്തിടയിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ, എനിക്കൊന്ന് മഞ്ജു വാര്യറിൻ്റെ ഒരു പടം, ഒരു മലയാളത്തിൽ ഇറങ്ങിയ പടം അത്യാവശ്യം വെറുപ്പിച്ചതിൻ്റെ ഒരു 10 ഇരട്ടി വെറുപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 100 ഇരട്ടി വെറുപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് രശ്മിക മന്ദാനയുടെ കഥാപാത്രം. അതുപോലെ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാശിനും കൊള്ളാത്ത പാട്ടുകൾ. പിന്നെ ആകെ എനിക്ക് തോന്നി പോസിറ്റീവ് സിനിമാറ്റോഗ്രഫി, ഇതിൻ്റെ മിക്സിങ് നമ്മുടെ രാധാകൃഷ്ണനാണ്, മലയാളികളുടെ സ്വന്തം രാധാകൃഷ്ണനാണ്. മിക്സിങ്ങും ഒക്കെ അങ്ങനെയൊക്കെയുള്ള സൗണ്ട് മിക്സിങ്ങും ഒക്കെ നമ്മുടെ റസൂൽ പൂക്കുട്ടി, അങ്ങനെ കുറച്ച് പോസിറ്റീവ്. ആ പോസിറ്റീവ് ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളല്ല. പുഷ്പ ഇടയ്ക്ക് ജപ്പാനിൽ പോകുന്നു, എന്തിനാണ് ജപ്പാനിൽ പോകുന്നത്, പിന്നെ ബാക്കി ഇവിടെ നടക്കുന്നു കഥ, എങ്ങനെയൊക്കെ തീർക്കുന്നു ഈ ലാസ്റ്റ് ഇമോഷണൽ പാസം എല്ലാം അവിടെ ചേർത്ത് ഏറ്റവും വൃത്തികേടാക്കാവുന്നു. ടിൽ ഡേറ്റ് December 5, 2024 വരെ ഏറ്റവും വെറുപ്പിച്ച, ഏറ്റവും ഗംഭീരമായിട്ട് വെറുപ്പിച്ച സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൽപ്പിച്ച് പറയാം, പുഷ്പയാണ്. പുഷ്പ 2, ഇനി പുഷ്പ 3 ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പൊട്ടുന്ന പടങ്ങൾക്കെല്ലാം ഉണ്ട്. ഇന്ത്യൻ 3 എല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. ആര് പോയി കാണാൻ? സലാർ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. ഇനിയിപ്പം പുഷ്പ 3 റാംബേജ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാൻ പോവാണ്. അത് ഇറക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കമൻസ് എഴുതുക. നിങ്ങൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? OTTയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് ഇന്ത്യൻ 2 ആണോ, അതോ ഗോട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ പുഷ്പയാണോ? ഇനി ഇതിനിടയിൽ വേറെ ഏതെങ്കിലും ചിത്രങ്ങളുണ്ടെങ്കിൽ, ഇതെല്ലാം ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുണ്ടായതുകൊണ്ട് ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തിയത്. ഇതിന് ഏതെങ്കിലും ചിത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ.